അങ്ങനെ ഇവള് വീട്ടിൽ പറഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് ചോദിച്ച കാര്യം ഇതായിരുന്നു, അവൻ നിന്നെ ഒരു തവണ പോലും കണ്ടിട്ടില്ലേ എന്നാണ്. ഇല്ല എന്നവളുടെ മറുപടി. കുഴപ്പമില്ല, നിനക്ക് അവനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കിഷ്ടം അതാണെങ്കിൽ അത് നമുക്ക് നോക്കാമല്ലോ എന്നുള്ള വീട്ടിൽ നിന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി അവളെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അങ്ങനെ അവർ നേരിട്ട് കാണാൻ തീരുമാനിച്ചു. ഇവനും വീട്ടിൽ പറഞ്ഞു, കല്യാണം ഏതായാലും നോക്കുന്നുണ്ടല്ലോ, ഞാനൊരാളെ കണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ നേരിട്ട് കാണാൻ പോവാണ്, എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ അവതരിപ്പിച്ചു. വീട്ടിൽ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു, നീ പ്രണയിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നീ അത് മനസ്സറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ചില പ്രണയങ്ങൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ ചില കല്യാണങ്ങൾ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ടിരിക്കും കല്യാണം കഴിപ്പിക്കും. എന്നിട്ടോ സാഹചര്യങ്ങളാൽ അവരാ ലൈഫ് പൊരുത്തപ്പെട്ടു പോകും. മറ്റുള്ളവരുടെ കണ്ണിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ചിലർ, പക്ഷെ ഉള്ളിനുള്ളിൽ എവിടെയും സന്തോഷമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പ്രണയിക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ പ്രണയിക്കുന്ന ആളെ ചൂസ് ചെയ്യുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കണം. പിന്നീട് നമ്മളൊരിക്കലും ഖേദിക്കരുത്. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് ചില ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിരുന്നാലും നമുക്ക് കഥയിലോട്ട് വരാം. അങ്ങനെ അവർ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. വീടൊക്കെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു മാളിൽ വെച്ചിട്ട് അവർ കാണുകയാണ്. അവളെ കൂടെ അവൾ മാത്രമായിരുന്നില്ല, അവളെ ബ്രദേഴ്സും മറ്റു ചിലരൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ കാഴ്ച തന്നെ അവൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടിയില്ല. അവളങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി. എന്തേ ഇത്ര പ്രതീക്ഷയില്ല അല്ലേ, ഇഷ്ടമൊക്കെ പോയോ, അതോ എന്തേ ഒന്നും മിണ്ടാത്തതെന്ന്. നിറ കണ്ണുകളുമായിട്ട് അവൻ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ഇഷ്ടം പോകുന്നതില്ല. ഇതൊക്കെ ഒരു പക്ഷേ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, കാണാതെ പ്രണയിച്ച് കണ്ടിട്ട് പിന്നീട് ഒരുപാട് എടുക്കുന്ന ആൾക്കാരൊക്കെ. പക്ഷേ റിയൽ ലൈഫിലെല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. അവൻ്റെ ആ മറുപടി അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി. പക്ഷെ അവൾ വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, അവളൊരു വീൽ ചെയറിലായിരുന്നു. മുമ്പുണ്ടായിരുന്ന ഒരു ആക്സിഡൻറ്റിൽ അവളെ കാലുകൾ തളർന്നു പോയിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ സഹായത്തോടെയായിരുന്നു അവൾ വന്നത്. തനിച്ചെവിടെയും പോയിക്കൂടാ. അത് കണ്ടപ്പോഴായത് അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളായാണോ ഞാൻ ഇത്ര നാൾ കാണാതെ സംസാരിച്ചത്, അടുത്തത്, പ്രണയിച്ചത് എന്നുള്ളത്.